വിദേശത്തേക്ക് ഇനി പോകുന്നതിന്റെ ഒരു സാധ്യതകളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വിദേശത്തേക്ക് ആൾക്കാർ പോകുന്നതിന് സാധ്യത ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ അത് ചില വർഷങ്ങളിൽ കൂടിയും ചില വർഷങ്ങളിൽ കുറഞ്ഞും ഒക്കെ വരാം. അതിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിൻ്റെ ഒരു വലിയ പ്രധാന ഘടകമാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ജെന്യൂനായിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ എന്നും പഠിക്കാൻ പോകും. അപ്പോൾ UK പഠിക്കാൻ പോകുന്നവർ അവിടെ സെറ്റിൽ ആകാനോ അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല. അവർ നല്ലൊരു ലോകോത്തരമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് പാസ്സായി അതിൻ്റെ ഒരു എക്സ്പോഷർ വെച്ച് ലോകത്ത് എവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. എന്നാൽ കാനഡ പോലെ അല്ലെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാർ അവരവിടെ പോയി പഠിച്ച് ജോലി നേടി അവിടെ സെറ്റിൽ ആകാൻ ആഗ്രഹിച്ചാൽ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഉള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഒരിക്കലും ഈ വാതിലുകളിൽ ഒരിക്കലും അടയുന്നില്ല. ലോകം അത്രയും വിശാലമാണ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് 23 വർഷത്തോളം ഒരു ബിസിനസ്സിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ പോസിബിൾ ആകുന്നത്? അതായത് നമ്മൾ ഇതിനോടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ ഇതിനോട് നമ്മൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് എത്ര കാലം വേണേലും കൊണ്ടുപോകാം. നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് വേണം. നമ്മൾ എന്താണ് ചെയ്യുന്ന ബിസിനസ്, അതിന് എത്ര ഭാവിയുണ്ട്, എത്ര വർഷങ്ങൾ ഇത് കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പോൾ ലോങ് ടൈം കൊണ്ടു നടക്കണമെങ്കിൽ നമ്മൾ ഇതിനോട് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്ക് നല്ല ഒരു ടീം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്കൊരു ബിസിനസ് ഞാൻ പറഞ്ഞു സെൽഫ് ഡ്രിവൺ ആയിട്ടൊരു ബിസിനസ് ഒരുപാട് കാലം കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഒരു സിസ്റ്റം ഡ്രിവൺ ആക്കി മാറ്റണം. അത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലെങ്കിലും എത്തിയാൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.